ശ്രീരാമനെ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ കാലമായി. ബ്രഹ്മാവ് കാലനെ ഭൂമിയിലേക്ക് അയച്ചു. കാലൻ ഒരു മഹർഷികുമാരന്റെ രൂപത്തിൽ അയോധ്യയിലെത്തി ശ്രീരാമനെ സന്ദർശിച്ചു. അതിബലൻ എന്ന മുനിയുടെ ശിഷ്യനാണ് ഞാൻ. എനിക്ക് അങ്ങയോട് ഒരു രഹസ്യം പറയാനുണ്ട്, കാലൻ ശ്രീരാമനോട് പറഞ്ഞു. ആരും രഹസ്യം പറയുന്നിടത്തേക്ക് കടക്കാതിരിക്കാൻ രാമൻ സഹോദരനായ ലക്ഷ്മണനെ കാവൽ നിർത്തി. ശ്രീരാമനും മഹർഷികുമാരനും എന്തോ രഹസ്യം പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ കോപക്കാരനായ ദുർവാസാവ മഹർഷി അവിടെ എത്തിയത്. മഹർഷി, അകത്ത് ശ്രീരാമൻ ഒരു മുനികുമാരനുമായി രഹസ്യ സംഭാഷണം നടത്തുകയാണ്. അതിനാൽ അങ്ങ് കുറച്ചുനേരം കാത്തിരിക്കണം. ലക്ഷ്മണൻ വിനയത്തോടെ ദുർവാസാവിനോട് അപേക്ഷിച്ചു. എനിക്ക് ഈ നിമിഷം ശ്രീരാമനെ കാണണം, അല്ലാത്ത പക്ഷം ഞാൻ രഘുവംശത്തെ മുഴുവൻ ശപിച്ച് ഭസ്മമാക്കും, ദുർവാസാവ് ഗർജിച്ചു. ഗതികെട്ടപ്പോൾ ലക്ഷ്മണൻ അകത്തു കിടന്ന് ദുർവാസാവ് വന്ന വിവരം അറിയിച്ചു. സംഭാഷണം തടസ്സപ്പെടുത്തിയതിൽ കോപിച്ച് ശ്രീരാമൻ ലക്ഷ്മണനെ കൊല്ലാൻ ആജ്ഞാപിച്ചു. പിന്നീട് താൻ പറഞ്ഞതിൽ ദുഃഖിച്ച് ശ്രീരാമൻ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശമനുസരിച്ച് ലക്ഷ്മണനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി ശിക്ഷ ലഘൂകരിച്ചു. അഭിമാനിയായ ലക്ഷ്മണൻ തൻ്റെ സഹോദരൻ തന്നെ പുറത്താക്കിയതോർത്ത് മനം നൊന്ത് വിലപിച്ചു. സങ്കടം താങ്ങാനാകാതെ ലക്ഷ്മണൻ സരയൂ നദിയിലെ ഒരു ആഴക്കയത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. രാമനും ലക്ഷ്മണൻ ചാടിയ കയത്തിലേക്ക് ചാടി ജീവൻ ത്യജിച്ചു. കാലൻ ആ രണ്ട് ആത്മാക്കളെയും കാലപുരിയിലേക്കെടുത്തു.